പക്ഷേ ഏത് സമയത്തിൽ വന്നെങ്കിലും ഈ ഉണർവ് ചെന്നതായ വർഗത്തെ ആൾമാർ നിരന്തര അക്രമങ്ങളും അതേപോലെയുള്ള സമ്പത്ത് പിടിച്ചെടുക്കണത്തെ സ്വഭാവക്കാരായിരിക്കുന്ന, പക്ഷേ പരിശുദ്ധമായ രജബ് നിലാവ് കണ്ടിട്ട് വിശേഷിക്കെങ്കിൽ ആ ദൗത്യങ്ങൾ ഉണർവുള്ളക്കാരുടെ എല്ലാ ആയുധങ്ങൾ സറണ്ടറാക്കിയിട്ടവരെ അങ്ങനെ വെച്ചോണ്ടിരുന്ന ഒരു ചെറിയ കീപ്പയ്ക്ക് പോലും ചെറിയ പ്രാണിക്ക് പോലും ഹിംസയാക്കുന്നതിന് ഇഷ്ടപ്പെട്ടുകൊണ്ടില്ല. കാരണം ജാഹിലിയ്യത്തിൽ വരെ അത്രമാത്രം പോരിഷയിനകത്ത് നിങ്ങളെടുത്ത് പരിശുദ്ധമായ രജബ്, അങ്ങനെ എത്രയോ ദേശത്താർമാർ പരിശുദ്ധമായ രജബ് മദീനത്തിൽ വന്നിട്ട് രജബ് തീർന്നേക്കുന്നവരെ വലിയ നാളുകൾ വേദനിക്ക നാളുകൾ തീ പഠിച്ചിട്ട് ആയത്തു പോയി എത്രയോ സഹാബത്തിൽ ചരിത്ര ഗ്രന്ഥത്തിൽ കാണുന്ന രജബിൽ മാത്രം തീ പഠിച്ചു പോയത്. അപ്പൊ ആ പരിശുദ്ധമായ രജബിൽ അത്രമാത്രം ജാഹിലിയ്യത്തിന്റെ വിലയും ഇട്ടുണ്ടാകും. ആ പരിശുദ്ധമായ രജബ് വലിയ ബർക്കത്ത് പറയുമ്പോൾ പല കാരണങ്ങളുണ്ട്. പരിശുദ്ധമായ രജബിനെ ഒന്നു വിളിച്ചിട്ട് ഒടുക്കത്തോറും റഹ്മത്തിലാണ് സുബഹിയുടെ ക്ലാസ്സിൽ നിന്ന് രജബിയുടെ അക്ഷരം ആ ലെറ്റർ അത് സൂചനാക്കളെ ഇൻഡിക്കേറ്റ് ആക്കുന്നത് റഹ്മത്തുല്ലാഹ്, റബ്ബുടെ കാരുണ്യ, റബ്ബുടെ കിർഫാണ്. എന്തേ ആ ഒരു കിർഫ റബ്ബുടെ കാരുണ്യത്തിന് സ്പെഷ്യലായിട്ട് ഈ ദിനത്തെ ഐക്യാക്കുള്ള കാരണം ബഹുമാനപ്പെട്ട ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബാപ്പ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുടെ വുദൂഇൽ നിന്നിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ആ അൻദുഖത്തു ത്വാഹിറ അല്ലെങ്കിൽ അൻദുഖത്തു മുഖദ്ദസ അല്ലെങ്കിൽ അൻദുഖത്തു അൻദുഖത്തു തയ്യിബ സന്നത്തെ ആ പരിശുദ്ധമായ വുദൂഅ മഹദിയായ ബീവി ആമിന റളിയല്ലാഹു അൻഹയുടെ ഗർഭപാത്രത്തിൽ ഇൻതഖലത് ഇലാ റഹ്മി ഉമ്മിന ആമിന റളിയല്ലാഹു അൻഹാ മഹദിയായ ബീവി ആമിന റളിയല്ലാഹു അൻഹയുടെ പരിശുദ്ധമായ ആ ഗർഭപാത്രത്തിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ വുദൂഅ കടന്നു പോകുന്ന സന്ദർഭം അല്ലാഹു തആല ഉണ്ടാക്കി കൊടുത്തത് പരിശുദ്ധമായ രജബിന്റെ തുടക്കത്തെ നാളിലാണ്. ഹബീബായ നബി സല്ലല്ലാഹു റഹ്മത്തുൽ ലിൽ ആലമീൻ ഈ ദുനിയാവ് കരുണയാണ്. ആ കാരുണ്യത്തെ കടലായ നബിയെ അല്ലാഹു തആല ഈ ദുനിയാവ് അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിന്റെ ഉദൂഇൽ നിന്ന് ആമിന ബീവിയുടെ ഗർഭപാത്രത്തിൽ എത്തുവാനപ്പോൾ സെലക്ട് ആക്കിയ നാൾ, ആ നാൾ മുതൽ റഹ്മത്തിന്റെ വലിയ ഒരു മഴ സുരിമഴ അല്ലാഹു തആല ഈ ദുനിയാവ് ചൊരിച്ചു കൊടുക്കുകയാണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ സീറത്തുകൾ ചെന്നവരെല്ലാം ചെലവൊക്കെ കാണാൻ സാധ്യമാവും. ആ പരിശുദ്ധമായ രജബ്, രജബിന്റെ പരിശുദ്ധ ഹദീസുകളിലെ രജബുൻ ഷഹറുല്ലാഹ്, രജബ് അല്ലാഹുവിന്റെ ദിനാണ്. ഇതിലെ അല്ലാഹുവിന്റെ ദിനാണ് സ്പെഷ്യൽ ആയിട്ട് ഈ അതിന്റെ ദിനാണെങ്കിൽ രജബിന്റെ ദിനാണ് അല്ലാഹുവിന്റെ ദിനാണ് എടുത്തു കൊണ്ടുള്ള പ്രധാനപ്പെട്ട കാരണം ഏതൊരു പാപിയും ഏതൊരു കമ്മാടിയും എത്രയെ റക്കാക്കിയോ റബ്ബറു മാഫു ചെയ്തിട്ട് കൈനീട്ടിയാണെങ്കിൽ ഒരു ശഫാഅത്ത് അകത്തിയില്ലാണ്ട് ഒരു റെക്കമെൻഡേഷൻ അകത്തിയില്ലാണ്ട് ധൈര്യത്തായിട്ട് കുത്തു അബ്ദുതആല അവരുടെ ദുആത്തെ കബൂലാക്കണേ. ഈ സുവർണ നിമിഷങ്ങളാണ് പരിശുദ്ധമായ രജബിലേക്ക് മഹാന്മാർ വ്യാഖ്യാനിച്ചതായിട്ട് കാണും. ആ പരിശുദ്ധമായ രജബിന്റെ ഓരോ ചാവുകൾ വലിയ അമൂല്യമായ ചാവുകളാണ്. അതിൽ ഫസ്റ്റ് ചാവ് കഞ്ഞിവയ്ക്കും, അതിൽ ഫസ്റ്റ് വെള്ളിയാഴ്ച ചാവ് കഞ്ഞിവയ്ക്കും കഴിഞ്ഞാവും, അതിൽ ഓരോ വെള്ളിയാഴ്ച ചാവ് വലിയ മഹത്വങ്ങളുണ്ട്. അതിലൂടെ ഓരോ ചാവുകളും പ്രത്യേകമായ ദുആകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാടിക്കാൻ പഠന ആരെങ്കിലും ഇല്ലെങ്കിൽ കഷ്ടങ്ങൾ ജീവിതത്തിൽ മനുഷ്യത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അവർ ഈ ദുആകളിലേക്ക് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടത് ഇമാം മുസ്ലിം അവരുടെ സ്വഹീഹ് മുസ്ലിമിൽ പഠിപ്പാട്ട് ചെറിയ ദുആയാണ്. അല്ലാഹുമ്മ റബ്ബസ് സമാവാതി വൽ അർദി വറബ്ബൽ അർശിൽ അദീം وربنا رب كل شيء خالق الحب والنوى منزل التوراة والإنجيل والقرآن نعوذ بك من شر كل ذي شر أنت آخذ بناصيتها أنت الأول فليس قبلك شيء وأنت الآخر فليس بعدك شيء
وأنت الظاهر فليس فوقك شيء وأنت الباطن فليس دونك شيء اقضي عنا الدين واغننا من الفقر. അത് തുറക്ക സമ്പൂർണ്ണമായിട്ട് അല്ലാഹു പകരെ ഈ ആകാശഭൂമിയിലെ യജമാനനായ റബ്ബ് അർശിന്റെ വിശേഷമായ സൃഷ്ടിച്ച റബ്ബ് എല്ലാ ദുനിയാവും സർവ്വവസ്തുക്കളെയും റബ്ബ് ഏത് വിത്തുകൾ വളർന്നെങ്കിൽ അത് വളർപ്പാക്കുന്ന റബ്ബ് തൗറാത്തും ഇഞ്ചീലും ഖുർആനും ഈ മനുഷ്യ സമൂഹത്തിൽ ഇറക്കി തന്നതായ റബ്ബ് ദുനിയാവിലെ എല്ലാ ശബ്ദങ്ങളിൽ നിന്ന് കാവൽ കേൾക്കുന്നില്ല. ഏത് ശബ്ദം എങ്ങനത്തെ വലിയ ശബ്ദത്തെയും ആ ശബ്ദം സമ്പൂർണ്ണമായിട്ട് ഹിതത്തിലേക്കോ നിന്നെ കൊണ്ട് സാധ്യമുള്ളൂ. ഈ ഔവലാണ്, ഈ ആഖിറാണ്, ഈ അല്ലാഹ്, ഈ വാഹിറാണ്, ഈ ബാത്തിനാണ്, ഈ അല്ലാണ്ട് ഒന്നുമില്ല. ഈ ദുനിയാവ് എന്ത് തീർന്നെങ്കിലും നീ കൂടെ അവശിഷ്ടമായി കൊണ്ടുവന്നിട്ട് അവസാനമായിട്ട് ചെറിയ കടങ്ങൾ ഒരുപാട് കടങ്ങളുണ്ട്. അത് നീ വീഴ്ത്തറുണ്ട്. ദാരിദ്ര്യത്തിൽ നിന്ന് ഈ സലാമത്താക്കുന്നുണ്ട്. ഈ പരിശുദ്ധമായ റജബിലെ എല്ലാ ചാവുകളിലും നീ നോക്കൂ. റജബും ശഅബാനും റമദാനും നിരന്തര 90 നാളുകൾ നീ നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു ചേഞ്ചസ്, ജീവിതത്തിൽ വലിയ ഒരു ബദലാവണ നിങ്ങൾക്ക് കാണാനാവുന്നുള്ളൂ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഈ ഏത് അവസാനമായിട്ട് ദുആ മറക്കൂല. അത് ഏത് ദുആയും മലയാളത്തിലാവട്ടെ അറബിയിലാവട്ടെ ഏത് ദുആയും ആ ദുആ അപ്പോഴൊക്കെ വേഗം പുഷ്ടാക്കാനത്തെ പ്രത്യേകമായ ഒരു ചെറിയ ദുആ സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ ദുആ കൊണ്ട് എല്ലാ ദുആകളും അവസാനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഏത് ദുആണെങ്കിലും എപ്പോൾ ദുആണെങ്കിലും ആ ദുആ ഇജാബത്തുള്ള ദുആയാണെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ട് പരിശുദ്ധ റജബിൽ നമുക്ക് ഹബ്ബുപോലെ സ്വീകരിച്ചിട്ട് ഒരുപാട് ദുആകളുണ്ട്. അല്ലാഹുമായി ഉണ്ടായിട്ട് ദോഷങ്ങളെല്ലാം മാഫാക്കായിട്ട് പരസ്പര നഷ്ടങ്ങളില്ലെങ്കിൽ എല്ലാം പൊരുത്തപ്പെടുവായിട്ട് എല്ലാ ആത്മാരെ പിടിച്ചാക്കിയിട്ട് എല്ലാ ആത്മാർക്കും വേർപാട് വസിയത്താക്കിയിട്ട് റജബും ശഅബാനും നല്ല ആത്മാരായിട്ട് ബദലാവണാവും. റബ്ബനാ നീ തൗഫീഖും അവസരങ്ങൾ നീ തരണേ റഹ്മാനേ. പരിശുദ്ധ റമദാൻ നീ ദുആ തരണേ റഹ്മാനേ. ഒരുപാട് ആത്മാർ മരണപ്പെട്ടു വരികയാണ്. പരിശുദ്ധ റജബ് സ്വീകരിക്കുകയില്ല. ഞങ്ങളുടെ കണ്ണിലെ എത്രയോ ആത്മാർ നിസ്കരിക്കുമെന്ന ഞങ്ങളൊട്ടു കൈതന്ന ഞങ്ങളൊട്ടു മുണ്ടിയെന്ന ഞങ്ങളൊട്ടു ഒട്ടു മുണ്ടല്ല ഞങ്ങളൊട്ടു യാത്ര വന്ന എത്രയോ ആത്മാർ മരണപ്പെട്ടു വരികയാണ്. ഞങ്ങൾക്ക് ഈ നല്ലൊരു ഹൈറായ സമയങ്ങൾ നീ എത്തുവാട്ടെ. ഇത് പോലെ നല്ലതുമായിട്ട് ചെലവാക്കുള്ള നല്ല അവകാശങ്ങൾ നല്ല തൗഫീഖാത്തുകൾ നീ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനേ. മരണപ്പെട്ടുപോയ എല്ലാ മുങ്ങിനാഥും നീ കൊടുത്തു കൊടുക്കണേ റഹ്മാനേ. ഞങ്ങളുടെ കഴിവ് നീ നല്ല ആഫിയത്ത് നീ നൽകിപ്പാട്ടി തരണേ റഹ്മാനേ. ആരോഗ്യം നൽകിപ്പാട്ടി തരണേ റഹ്മാനേ. സങ്കടത്തിൽ ഞങ്ങളെ ഈ കുടുംബത്തെ എല്ലാ മുങ്ങികളെ നീ കാത്തുസലാമത്താക്കി തരണേ റഹ്മാനേ. ആമീൻ. اللهم صل على النبي المصطفى حبيبنا سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. اللهم صل على النبي المصطفى حبيبنا سيدنا محمد النبي الأمي وعلى آله وصحبه